ശ്രീ ജെ.ആർ. പത്മകുമാർ, ഒരു ഭാഗത്ത് CPM-ഉം കോൺഗ്രസും BJP-യെ തോൽപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഇന്ത്യ മുന്നണി നിലവിലുണ്ട്. പ്രാദേശികമായി ഇവർ രണ്ടുപേരും മത്സരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇവർ രണ്ടുപേരും വർഗീയവാദികളെയും മതമൗലികവാദികളെയും കൂട്ടുപിടിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്നിട്ട് ഒരാൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കാൻ കഴിയും എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മറ്റേ കൂട്ടറാകട്ടെ ഇതൊരു പീഡിത വിഭാഗമാണ് എന്നുള്ള ഇരവാദവുമായി മുന്നോട്ട് വരുന്നു. ഇവർ രണ്ടുപേരും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ BJP-യെ പഴിചാരാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഏറ്റവും വിശേഷമായ ലക്ഷണം എന്ന് പറയുന്നത് വർഗീയ പാർട്ടി എന്നുള്ളതാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് പറയുന്നു CPM BJP സഖ്യമാണെന്ന്, CPM പറയുന്നു കോൺഗ്രസ് BJP സഖ്യമാണ് എന്നുള്ളത്. ഇങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മുന്നേ എൻ്റെ സുഹൃത്ത് JV ഹരി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ടെണ്ണം മറുപടി പറയാതെ പോകുന്നത് ഈ അവസരത്തിൽ ശരിയല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഞങ്ങളും BJP-യും CPM-ഉം പരസ്പരം ധാരണയിലാണ് എന്നുള്ള കാര്യം അത് മറുപടി അർഹിക്കാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് അതിനെ മറുപടി തന്നെ പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയ തിമിരം ബാധിച്ചതുകൊണ്ട് അത് അത്തരത്തിലൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കറിയാം എന്താണ് CPM-ൻ്റെ നിലപാട്, എന്താണ് BJP-യുടെ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്നുള്ള കാര്യം അവർക്കറിയാം. ഇവരുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യത്തിലുണ്ടാക്കിയിട്ടുള്ളത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും BJP എതിർക്കുക എന്നുള്ളൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് CPM-ഉം കോൺഗ്രസുമാണ്. അതിൽ യാതൊരു അല്ല. ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു സഖ്യം BJP എതിർക്കാൻ ഉണ്ടാക്കിയതിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ BJP-യായി കേരളത്തിൽ അവരുടെ സഖ്യത്തിലുള്ള ഒരു കക്ഷി തന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ധൈര്യമായ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുക, അവരുടെ നേതാക്കൾ പറയും ഇനി മേലിൽ ഇന്ത്യ സഖ്യത്തിൽ CPM പാടില്ല, നിങ്ങൾ BJP എന്താ പറയാത്തത്? പറയാൻ കഴിയില്ല. കാര്യം അവർക്ക് അത് ആ രീതിയിലൊരു നിലപാട് പരസ്യമായി പറയാൻ കഴിയില്ല, അവരോട് പറയാൻ കഴിയില്ല. എന്നിട്ട് BJP-യും CPM-ഉം ധാരണ ഉണ്ടാകും എന്ന് പറയാം. കേരളത്തിൽ എന്താ ഇന്ത്യ സഖ്യം ഉണ്ടാകാത്തത്? ഉണ്ടാകാത്തതിലൊരു പ്രധാന കാരണം BJP കേരള രാഷ്ട്രീയത്തിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള ഇന്ത്യ സഖ്യം കോൺഗ്രസും CPM-ഉം കോൺഗ്രസും CPM-ഉം ധാരണയുണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പല മണ്ഡലങ്ങളിലും BJP ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷി ആകാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത്. നാളെ അതങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന CPM എന്ന് പറയുന്ന കോൺഗ്രസും CPM-ഉം തന്നെ ധാരണയുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ആശാസമരത്തിൻ്റെ കാര്യം. ആശാസമരത്തിൽ കോൺഗ്രസ് എന്താണ് നിലപാടെടുത്തിട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കേന്ദ്രമന്ത്രി ആ സമരത്തിൽ പങ്കെടുത്തു. മുൻ കേന്ദ്രമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിരുന്ന സഹമന്ത്രിയുമായിരുന്ന മുരളീധരൻ നിരവധി തവണ ആശാസമരത്തിൽ പങ്കെടുത്തു. ഞങ്ങളുടെ മഹിളാ നേതാവ് ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തു. ഞങ്ങളുടെ NDA-യുടെ നേതാവ് BJP നേതാവുമായ PK കൃഷ്ണദാസ് പങ്കെടുത്തു. മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പങ്കെടുത്തു. അങ്ങനെ നിരവധി നേതാക്കന്മാർ ആശാസമരത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങളല്ല സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഞങ്ങൾക്കതിന് പിന്തുണ കൊടുക്കുകയും സമരത്തിൽ ആവശ്യമായ സഹകരണം ചെയ്തു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ BJP സമരത്തെ തള്ളിപ്പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ BJP-യുടെ നിലപാടുകളെ ആശാസമരത്തിലുള്ള ആളുകളാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാരും തള്ളിപ്പറഞ്ഞിട്ടുമില്ല. ഇവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മുതലെടുക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല എന്നുള്ളത് മാത്രമാണ് ആശാസമരത്തെക്കുറിച്ചുള്ള കാര്യം. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചും നിലമ്പൂർ നിലപാടിനെ കുറിച്ചും പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രണ്ട് നേതാക്കന്മാർ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു വീട്ടിലുള്ള ആളുകൾ ഇരുന്നല്ല തീരുമാനം എടുക്കുന്നത് പോലെ BJP-ക്ക് തീരുമാനം എടുക്കാക്കില്ല. NDA സംബന്ധിച്ചിടത്തോളം NDA-യുടെ മീറ്റിംഗ് കൂടി, ആ മീറ്റിങ്ങിൽ സ്ഥാനാർത്ഥി വേണോ വേണ്ടയോ, ആര് മത്സരിക്കണം എന്നുള്ളൊരു നിലപാട് ചർച്ച ചെയ്തു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി നിർത്തി. അതിൽ യാതൊരു സംശയമില്ല. നേരത്തെ NDA അവിടെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ NDA ഘടകകക്ഷി എന്നുള്ളതിൽ അവർക്ക് അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടോ, അവരെ കൊടുത്താൽ അവർ മത്സരിക്കുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ചർച്ച ചെയ്തതിന് ശേഷം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുമെന്ന് തീരുമാനമെടുത്ത് വളരെ ആ മണ്ഡലത്തിൽ വളരെ സ്വാധീനമുള്ള അവിടുത്തെ പൊതുപ്രവർത്തകരായി ഇട്ടുള്ള അവിടുത്തെ വളരെ കാലം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള അഭിഭാഷകരായ അവിടുന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഞങ്ങൾ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് മാറി അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ഇനി പറയേണ്ട കാര്യവുമില്ല. ഞങ്ങൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അടുത്ത് പറഞ്ഞോട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്കില്ല ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അദ്ദേഹം 10,000 വോട്ട്
വോട്ട് തികയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഉത്തരം കൂടി അത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായി നിൽക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഒരു മുന്നണിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ രീതിയിൽ പന്തയക്കെട്ടുകൾ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. പന്തയക്കെട്ടുകളല്ല. പന്തയക്കെട്ടുകയാണെങ്കിൽ നമുക്ക് ഈ സന്ദർഭത്തിലല്ലല്ലോ എപ്പോഴും പന്തയക്കെട്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളെടുത്ത രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയാണ്. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ വളരെ കാര്യം, ഞങ്ങൾക്ക് ആര് വേണമെങ്കിലും വോട്ട് ചെയ്യാം. ഒരു വോട്ടർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മുന്നണിക്കോ വോട്ട് ചെയ്യുന്നതല്ല പ്രശ്നം. ഏറ്റവും വലിയൊരു ഭീകരവാദ സംഘടന, ഒരു വിധ്വംസകമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് തന്നെ നാശമാകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കേരളത്തിൽ നിങ്ങൾക്ക് മൊത്തമായി പിന്തുണ നൽകുമെന്ന് പറയുമ്പോൾ ആ പിന്തുണ വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഒരു വോട്ടർ ഒരു മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നത് പോലെയല്ല ഒരു ഭീകരവാദ സംഘടന അങ്ങനെ ഒരു ഭീകരവാദ ആശയം വെച്ച് പുലർത്തുന്ന ഒരു ലോകത്ത് തന്നെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം ഉണ്ടാക്കണം, ഒരു ഭരണക്രമം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടന മൊത്തത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വേണോ വേണ്ടയോ? പാലക്കാട് ഇങ്ങനെ എല്ലായിരുന്നുള്ള നിലപാട് അവിടുത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി അന്ന് വ്യക്തമായി പറഞ്ഞു, ഒരു വർഗീയ സംഘടനകളുടെയും ഒരു ഭീകരവാദ സംഘടനയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ അതേ സംഘടന ആ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മുന്നണി ഇവിടെ വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ ഒരു അസോസിയേറ്റ് മെമ്പറാക്കാൻ നിങ്ങളുടെ മുന്നണിയിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നിങ്ങളുടെ നിലപാടെന്ത്? നിങ്ങൾ മുന്നണിയിൽ എടുക്കുമോ എന്ന് പറയുമോ? ഈ വോട്ടിൻ്റെ എത്ര കിട്ടുമെന്നുള്ള അല്ലല്ലോ, അസോസിയേറ്റ് മെമ്പറാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുമോ? അല്ലെങ്കിൽ നാളെ അത് ഉണ്ടാവുമോ ഇല്ലെന്ന് പറയാൻ കഴിയുമോ? ഇതുപോലുള്ള ഒരു വിധ്വംസ സംഘടനയെ, ലോകത്ത് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സംഘടനയെ അവരുടെ വോട്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികൾ മതേതരത്വവാദികൾ വോട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ കഴിയുമോ? ഈ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പിതാവ് ആര്യാടൻ മുഹമ്മദ് എന്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പോലും വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതേ നിലപാട് തന്നെയാണ് CPM-ഉം ഈ PDP-യുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്താലും സ്വീകരിക്കുമെന്ന് പറയും നിഷ്കളങ്കമായ നിലപാടല്ല. ഈ മതമൗലികവാദികളോട് സന്ധി ചെയ്യുന്ന നിലപാട് തന്നെയാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഈ വരും കാലങ്ങളിൽ ഇപ്പോൾ തൽക്കാലം ഒരു 10,000, 1000, 2000 വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പാതകത്തിന് കൂട്ടുനിന്നാൽ, അതിനോടൊപ്പം നിന്നാൽ വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയായിരിക്കും കേരളത്തിൽ കോൺഗ്രസിനും UDF-നും നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. അതെ, അതുമാത്രമല്ല പൊതുസമൂഹത്തിനും അതൊരു ഭീഷണിയായി ഇനി വരും കാലങ്ങളിൽ വളർന്നു വരും എന്നുള്ളത് തന്നെയാണ്.